ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ലാലു പറഞ്ഞു അണ്ണാ ഞാനിവിടുന്ന് ഇങ്ങനെ ആ ഫോട്ടോ ഇല്ല അതിലേക്കാണ് ഫയർ ചെയ്യേണ്ടത്, അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ മാറുന്നു. അപ്പോഴത്തേക്കും ഭദ്രേട്ടൻ വന്നിട്ട് അതേ അതാണ് ഫോട്ടോ, അപ്പോൾ ലാൽ അതിൻ്റെ മുമ്പിലുണ്ടായിരിക്കും, ഞാൻ ഫയർ എന്ന് പറയുമ്പോൾ ലാൽ അവിടുന്ന് മാറും, നിങ്ങൾ ഫയർ ചെയ്യണം, അത് വന്ന് ആ ഫോട്ടോൻ്റെ നെറ്റിയിൽ കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ അവിടുന്ന് വേഗം ഈ ഫയർ ചെയ്യുന്നതിൻ്റെ പിറകിൽ പോയി നോക്കി, അവിടെ ഒരു സേഫ്റ്റി ഇല്ല. അത് ചിലപ്പോൾ അതങ്ങ് ത്രൂ അങ്ങ് പോവും, റോഡിൽ കൂടെ പോകുന്ന വല്ലതും മുകളിൽ ഫുൾ ബുള്ളറ്റ് കൊള്ളും. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഞാൻ പിന്നെ ആ ഡയറക്ടറോട് പറഞ്ഞ് കുറേ സാൻഡ് ബാഗ്സ് എല്ലാം ബാക്കിൽ ബിൽഡപ്പ് ചെയ്ത് 3-4 ലെയർ വെച്ച് കൊടുത്ത് ഞാൻ സേഫ്റ്റി എല്ലാം നോക്കി. അപ്പൊക്കെ പ്രിയേട്ടൻ മറ്റേ ഭദ്രേട്ടന് ഇറിറ്റേഷൻ, അതൊന്ന് വേഗം ചെയ്തുകൂടെ അങ്ങനെ നടക്കില്ല, അത് കളിക്കുന്ന ഒറിജിനൽ ബുള്ളറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഭദ്രേട്ടനൊരു ഇറിറ്റേഷനൊക്കെ ആയി. അപ്പം പിന്നെന്നിട്ട് ഞാൻ പറഞ്ഞു ഷോട്ടിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഭദ്രേട്ടാ ഇതിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈ സ്പീഡ് വെച്ച് കഴിഞ്ഞാലും ശരി ക്യാമറയിൽ നിങ്ങൾക്കത് കിട്ടില്ല കേട്ടോ, നെറ്റിയിൽ ബുള്ളറ്റ് കൊള്ളുന്നതെന്ന് പറഞ്ഞു. അതെന്താ ഞാൻ പറഞ്ഞു അത് വല്ല പൊട്ടുന്ന ഗ്ലാസ്സോ വല്ലതൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇതിപ്പം വെറൊരു ഹാർഡ് ബോർഡിൻ്റെ നല്ല പ്ലൈവുഡിൻ്റെതാണ്, അപ്പോൾ ബുള്ളറ്റ് സ്ട്രെയിറ്റ് അങ്ങ് പോവും, അത് ഇമ്പാക്റ്റ് ഒന്നും കാണില്ല നമുക്ക് വിഷ്വലി എന്ന് പറയും. അതല്ല അതൊക്കെ കാണാമെന്നത്. ശരി, ഞാനവിടെ അങ്ങനെ ലാല് പോയി നിൽക്കുന്നു. ആ ഷോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാല് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആക്ഷൻ എന്ന് പറയുമ്പോൾ ലാലങ്ങ് മാറണം. ഈ മാറുന്ന സമയത്ത് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് പിസ്റ്റളുമായിട്ട്, അത് ഷോട്ടിലില്ല. പക്ഷേ അങ്ങേര് മാറുന്ന സമയത്ത് ഇത് ഫയറിങ്ങും ചെയ്യണം, അതിൻ്റെ നെറ്റിയിൽ കൊള്ളും വേണം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എയിം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫേസാണ് ഒറിജിനൽ ഫേസാണ് നിൽക്കുന്നത്, ഇതേ മാറിയാലാണ് ഫോട്ടോയിലുള്ള ഫേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഫ്രാക്ഷൻ സെക്കൻഡിൽ ആ എയിം കറക്റ്റ് കിട്ടും വേണം. അപ്പോൾ ഞാൻ ആദ്യമേ ഇതെല്ലാം എയിം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ലാൽ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. ലാൽ വന്ന് കയറി 1 റിഹേഴ്സൽ എന്ന് പറഞ്ഞു. ഒരു റിഹേഴ്സൽ എടുത്തു, ഓക്കെ ആക്ഷൻ. ലാൽ പോയപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണൻ്റെ ഈ കൈ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മാറിയപ്പം ഈ കൈ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഫയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കൈയിന് മുകളിൽ വെടി കൊള്ളും. അപ്പോൾ ലാൽ പറഞ്ഞു ഓക്കെ അണ്ണാ ഐ വിൽ മാനേജ് ഇറ്റ്, 1 more റിഹേഴ്സൽ നിന്നു. ഓക്കെ റിഹേഴ്സൽ കറക്റ്റ്, കറക്റ്റ്. ലാലിൻ്റെ അടുത്ത് പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ആ കൈ ടോട്ടലി ബോഡിയിൽ കൺട്രോൾ ചെയ്ത് അങ്ങ് പോയി, ആ ഫുൾ ആക്ഷനിൽ അതങ്ങ് പോയി. ഓക്കെ റെഡി സർ ടേക്ക് എന്ന് അങ്ങനെ ചെയ്യുന്നു. ആക്ഷൻ ടപ്പ് അടിച്ച് ലാൽ മാറി, ബുള്ളറ്റും കഴിഞ്ഞു. ഭദ്രട്ട് അവിടെ ഇരുന്ന് അങ്ങ് ചിരിച്ചു. ഞാനത് അപ്പോഴേ പറഞ്ഞാണ് ഇത് കാണില്ല എന്നുള്ളത്. ഭദ്രട്ട് അവിടെ പോയി നോക്കിയോ അതിലുണ്ടോ അതിൽ. ലാൽ പെട്ടെന്ന് കറക്റ്റ് നെറ്റിയിൽ അവിടെ ബുള്ളറ്റ് കിടപ്പുണ്ട്. മൂപ്പര് പോയി നോക്കി, ഇതിൽ ഭദ്രേട്ടൻ കിടുങ്ങിപ്പോയി. അവിടെയാണ് ഭദ്രേട്ടൻ ഞാനെന്നുള്ള വ്യക്തിനെ ശരിക്ക് കമാൻഡോ എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ് മൂപ്പര് തന്നു. മൂപ്പര് ഒന്നും മിണ്ടിയില്ല. അപ്പം നീ പറഞ്ഞത് ശരിയായിരുന്നല്ലേ, എഫക്റ്റ് അറിയില്ലായിരുന്നു, ഒരു ഗ്ലാസ് എന്തെങ്കിലും വെക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ വെച്ചോളൂ. ഇല്ലല്ല അത് വിട്ടേക്ക്, ഇത് ഞാനിപ്പോൾ ഏതായാലും കോൺസെൻട്രേഷൻ ഇതുണ്ട്, സൂം ഉണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിലൊരു 8 മണിക്ക് മറ്റേ എനിക്കൊരു കോൾ വരികയാണ് ഭദ്രേട്ടൻ്റെ. ഞാൻ ഭദ്രനാണ്, ഇത് എൻ്റെ നമ്പറാണ്, ഫീഡ് ചെയ്ത് വെച്ചോ, പിന്നെ ഒരു ചെറിയൊരു റോളുണ്ട്, നാളെ ഷൂട്ടിന് വരണം. അങ്ങനെയാണ് എനിക്ക് ആ റോള് കിട്ടുന്നത്. അങ്ങനെ ഞാൻ പോകുന്നു, ലാലിൻ്റെ കൂടെ നടക്കുന്നു, ഗണേഷിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള റോള് കഴിഞ്ഞ് ലാസ്റ്റാണ് ആ ഹോസ്പിറ്റലിൻ്റെ ആക്ഷൻ സീക്വൻസ്. അത് ഓടി വന്ന് ചാടി മറിഞ്ഞ് നമ്മൾ വീൽ ചെയറിൽ കയറിയിരുന്ന് ആ വീൽ ചെയർ കിക്ക് ചെയ്ത് വെടിവെച്ച് അവിടുന്ന് അതിൽ നിന്ന് ചാടി മറിഞ്ഞ് റോൾ ചെയ്ത് പിന്നെ ഫ്ലൈ ചെയ്ത് ഇത്രയും ഹൈറ്റുള്ള ആ റിസപ്ഷൻ ടേബിളിൻ്റെ മുകളിൽ കിടന്ന് ഫുൾ വയറിൻ്റെ മുകളിൽ തിരിഞ്ഞ് വന്നിട്ട് വെടിവെക്കുന്ന ഒരു സീക്വൻസാണ്. ഒറ്റ ടേക്കിലത് ഓക്കെ ആയിരുന്നു. അന്നത്തെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം ഞാനും ഭദ്രേട്ടനും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു.